പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന തിരക്കിലൊക്കെയാണ്. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗ്യവശാൽ UDFന് മേൽക്കൈ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം UDFനോടുള്ള താല്പര്യം കൊണ്ടല്ല, പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അത് അവർ മനസ്സിലാക്കണം. അപ്പോൾ UDFൽ ഇപ്പോൾ തർക്കങ്ങളുടെ ഒരു പെരുമഴയാണ്. തൃശ്ശൂർ, കൊച്ചിയിൽ, അങ്ങനെ പലയിടത്തും തർക്കങ്ങളാണ്. കൊച്ചിയിലെ ദീപ്തി മേരി വർഗീസിനെ ഏതാണ്ടൊരു രീതിയിലൊക്കെ അവർ മെരുക്കിയെടുത്തെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തൃശ്ശൂരുള്ള ഒരു വനിത ഇതുപോലെ തന്നെയാണ്. അവർ പരസ്യമായിട്ട് ഈ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. നേതൃത്വത്തിന് AICC നേതാക്കൾക്ക് വരെ ആണ് അവർ പറയുന്നത്, പെട്ടിയും കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തോലും ആട്ടെ. പക്ഷെ ഞാൻ ഇവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവരാരും ഒരു ലതിക സുഭാഷ് ആകാൻ ശ്രമിക്കരുത്. ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ചാൻസ് കിട്ടും. അപ്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ലതിക സുഭാഷ് മുട്ടയടിച്ച് വെളിയിൽ പോയ പോലെ നിങ്ങളും ആകാതിരിക്കുക. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ചാൻസ് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ചെറിയാൻ ഫിലിപ്പ് എത്രയോ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു. അല്ലെങ്കിൽ നേതാക്കന്മാർക്കൊക്കെ പ്രസ്താവനയൊക്കെ എഴുതി കൊടുക്കുന്ന പാർട്ടിയായിരുന്നു. പുള്ളിക്ക് ഒരു ഔദ്യോഗിക പദവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് പോലും കിട്ടിയിട്ടില്ല. ഒരു MLA ഒന്നും ആകാൻ സാധിച്ചില്ല. അതുപോലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നിൽക്കുന്നിടത്തൊക്കെ തോക്കുന്നിടത്ത് കൊണ്ട് നിർത്തുമായിരുന്നു. ഒടുവിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്തടത്ത് കൊണ്ട് കാസർഗോഡ് നിർത്തിയാണ് പുള്ളി ജയിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ തവണയും പുള്ളി MP ആയി. അതുകൊണ്ട് ക്ഷമ ആട്ടിൻ സൂപ്പ് കുടിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.